പാലൂട്ടി വളർത്തിയവർ തിരിഞ്ഞുകൊത്തിയതോടെ കാനഡയിൽ ജസ്റ്റിൻ ട്രൂഡോ സർക്കാർ പ്രതിസന്ധിയിലായി. സർക്കാരിനുള്ള പിന്തുണ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി പിൻവലിച്ചു. പ്രതിപക്ഷത്തെ നേരിടാൻ ട്രൂഡോ സർക്കാർ ദുർബലമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് NDP നേതാവ് ജഗ്മീത് സിംഗ് പിന്തുണ പിൻവലിച്ചത്. സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ട്രൂഡോ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുകയാണെന്ന് ജഗ്മീത് സിംഗ് അറിയിച്ചത്. അടുത്ത വർഷം കാനഡയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനിടയിലാണ് ജഗ്മീത് സിംഗിന്റെ പാർട്ടി ട്രൂഡോ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുന്നത്. 2022 മാർച്ചിലാണ് NDP ട്രൂഡോ സർക്കാരിന് പിന്തുണ നൽകിയത്. പുരോഗമന ആശയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള പദ്ധതികൾ സംയുക്തമായി നടപ്പിലാക്കാനായിരുന്നു പിന്തുണ. എന്നാൽ ട്രൂഡോ സർക്കാർ ജനങ്ങളെ നിരാശപ്പെടുത്തിയെന്നും കോർപ്പറേറ്റുകൾക്ക് അടിയറ വച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് NDP പിന്തുണ പിൻവലിച്ചത്. ഖലിസ്ഥാൻ അനുകൂല സംഘടനകൾക്ക് പിന്തുണ നൽകുന്ന കാനഡയിലെ പ്രമുഖ നേതാവാണ് ജഗ്മീത് സിംഗ്. 2017 ടോം മൽക്കെയറിനെ മാറ്റിയാണ് ജഗ്മീത് സിംഗ് NDPയുടെ നേതൃത്വം ഏറ്റെടുത്തത്. ഖലിസ്ഥാൻ നേതാവ് നിജിറിന്റെ കൊലപാതകത്തിനു ശേഷം ഇന്ത്യക്കെതിരെ ട്രൂഡോ സർക്കാർ നിലപാടെടുത്തത് ജഗ്മീത് സിംഗിന്റെ സമ്മർദ്ദം മൂലമാണെന്നാണ് സൂചന. ഈ സഖ്യം നിലനിർത്തുന്നതിനായി ഖലിസ്ഥാൻ അനുകൂല സംഘടനകൾക്ക് പല വഴിവിട്ട സഹായങ്ങളും ജസ്റ്റിൻ ട്രൂഡോ ചെയ്തു നൽകിയിരുന്നതായും ആരോപണം ഉയർന്നിരുന്നു. സഖ്യകക്ഷി പിന്തുണ പിൻവലിച്ചതോടെ ട്രൂഡോയുടെ നേതൃത്വത്തിലുള്ള ലിബറൽ സർക്കാർ ന്യൂനപക്ഷമാകും. 338 അംഗസഭയിൽ ട്രൂഡോ നയിക്കുന്ന ലിബറൽ പാർട്ടിക്ക് 158 സീറ്റുണ്ട്. NDPക്ക് 25 MPമാരാണ് ഉള്ളത്. NDPയുടെ പിന്തുണയില്ലാതായതോടെ ട്രൂഡോ സർക്കാർ എപ്പോൾ വേണമെങ്കിലും വീഴാമെന്ന അവസ്ഥയിലാണ്. അടുത്ത വർഷം ഒക്ടോബറിലാണ് കനേഡിയൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. എന്നാൽ സർക്കാർ വീണാൽ തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തേണ്ടി വരും. നിലവിലെ അവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് കനത്ത തിരിച്ചടിയുണ്ടാവുമെന്നാണ് പ്രവചനങ്ങൾ. കനേഡിയൻ രാഷ്ട്രീയത്തിൽ ഇനി എന്ത് നടക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനൊടുവിൽ പുതിയ ഫ്രഞ്ച് പ്രധാനമന്ത്രിയായി മിഷേൽ ബാർണിയെ നിയമിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ഫ്രഞ്ച് പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ബാർണിയ. യൂറോപ്യൻ യൂണിയനിലെ ബ്രെക്സിറ്റിന്റെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയതിൽ പ്രധാനിയായിരുന്ന ബർണിയ വലതുപക്ഷ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവാണ്. മാരി ലി പെന്നിന്റെ നാഷണൽ റാലി ഉൾപ്പെടുന്ന തീവ്ര വലതുപക്ഷ ഗ്രൂപ്പിലെ സഖ്യകക്ഷിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി. ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായ ഗബ്രിയൽ അത്തേൽ സ്ഥാനമൊഴിയുന്ന പദവിയിലേക്കാണ് ബാർണിയ ചുമതലയേൽക്കുന്നത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നാസയുടെ പേടകമായ സ്റ്റാർലൈനർ ഭൂമിയിൽ തിരിച്ചെത്തി. നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും ബെച്ച് വിൽമോറും ഇല്ലാതെയായിരുന്നു മടക്കയാത്ര. ശനിയാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 9:30 ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സാൻഡ് സ്പേസ് ഹാർബറിലാണ് സ്റ്റാർലൈനർ ഇറങ്ങിയത്. ഇന്ത്യൻ വംശജ സുനിത വില്യംസ്, ബെച്ച് വിൽമോർ എന്നിവരുമായി ഭൂമിയിൽ നിന്ന് തിരിച്ച സ്റ്റാർലൈനർ ജൂൺ 6-നാണ് നിലയത്തിലെത്തിയത്. മനുഷ്യരെ വഹിച്ചുള്ള സ്റ്റാർലൈനറിന്റെ ആദ്യ ദൗത്യമായിരുന്നു അത്. ജൂൺ 13-ന് ഇരുവരുമായി ഭൂമിയിൽ തിരിച്ചെത്തേണ്ടതായിരുന്നു. എന്നാൽ പേടകത്തിലെ ഹീലിയം ചോർച്ച മൂലം മടക്കയാത്ര നീണ്ടു. സുരക്ഷ പരിഗണിച്ച് സുനിതയെയും വിൽമോറിനെയും ഫെബ്രുവരിയിൽ സ്പേസ് എക്സ് പേടകത്തിൽ ഭൂമിയിൽ തിരിച്ചെത്തിക്കാനാണ് നാസയുടെ തീരുമാനം.